ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നല്ല ക്രീമി ടെസ്റ്റിലുള്ള വൈറ്റ് പാസ്ത കഴിച്ചാലോ? കുറേ നാളെ ഞാൻ ഈ പാസ്ത വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷേ എൻ്റെ കണ്ണിപ്പെടാറിയില്ല. അപ്പോൾ ഇന്ന് കണ്ണിപ്പെട്ടപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ കുക്ക് ആവാൻ പാടില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെജീസൊക്കെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയൻ ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഓവർ കുക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതേ പാനിൽ ലേശം കൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ബട്ടറിനകത്തോട്ട് വന്നതിന് ശേഷം ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവർ ഇല്ലയെന്ന് വെച്ചാൽ മൈദ ആയാലും യൂസ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്രീമാക്കി എടുക്കണം. ഫുൾ എമൗണ്ട് പാൽ ആദ്യം ആഡ് ചെയ്താൽ ഇത് കട്ടിയായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ലേശം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം ലൂസാക്കിയിട്ട് നമ്മുടെ ചീസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ചേർക്കുമ്പോഴേ ഈ ക്രീം വീണ്ടും ഒന്ന് കട്ടിയാവും. അപ്പോൾ ഞാൻ ലേശം പാൽ ലാസ്റ്റ് ഒന്നുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ക്രീമൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറിഗാനോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഓറിഗാനോ പൗഡറും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓണിയൻ പൗഡർ ഉണ്ടായിരുന്നു. ഞാൻ അപ്പം അതുകൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ട് 1 സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാസ്തയുടെ സോസ് റെഡിയായി. ഇനി നമ്മൾ സോട്ട് ചെയ്തിട്ടുള്ള വെജീസിനകത്തോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും, കട്ടിയായി പോവും. അപ്പം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം മുടിയൊക്കെ തുറക്കുമ്പോൾ ആ ഒരു സ്റ്റീമിൽ നമ്മുടെ പാസ്ത ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഈസി റെസിപ്പി ആണെങ്കിൽ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ.